സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല. വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ സഭയിലേക്ക് വലിച്ചെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്യു കുഴൽനാടൻ എന്ന മൂവാറ്റുപുഴ MLA-യോട്. വിഷയം മാസപ്പടി കരിമണൽ കർത്തയിൽ നിന്നും വീണ വിജയൻ മാസപ്പടി വാങ്ങിയതിനെ ചൊല്ലിയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ കേസ് പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചു. ED-യുടെ അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോയി. പിണറായി വിജയൻ സർക്കാർ നിലംപതിച്ചതോടുകൂടി അന്വേഷണം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നത് കണ്ടു. പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ ED റെയ്ഡിനെത്തുന്നു. അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോകുന്നു. അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഒരു ചുവന്ന ഡയറിയിലാണ് വീണ വിജയൻ തൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സൂചിപ്പിച്ചിരുന്നത്. ആ ഇടപാടുകൾ പ്രകാരം ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ 8 സുഹൃത്തുക്കളടക്കമാണ് പിടിയിൽ എന്ന് പറഞ്ഞാൽ ED-യുടെ റഡാറിൽ ആയിരിക്കുന്നത്. അവിടങ്ങളിലെല്ലാം കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലും വീട്ടിലും റെയ്ഡ് നടന്നിരിക്കുന്നു. അതിലൊരു സുഹൃത്തിൻ്റെ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് വീണ ഇൻ്റർനാഷണൽ കോളുകൾ ചെയ്തത്. വിദേശത്തേക്ക് 85 ലക്ഷം രൂപ കടത്തിയിട്ടുണ്ട്. കൂടാതെ 20 കോടി രൂപയുടെ അനധികൃത ഇടപാട് വീണ നടത്തി എന്നുള്ളതിന് ED കണ്ടെത്തിയിരിക്കുന്നു. ഹവാല ഇടപാട് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇതിൽ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ മടിയിൽ കനമുണ്ട് എന്ന് തന്നെ ഇപ്പോൾ CPM-ഉം മനസ്സിലാക്കിയിരിക്കുന്നു. CPM പഴയ പോലെ ഈ കേസിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരുന്നില്ല. രാഷ്ട്രീയമായി നിയമപരമായി നേരിടും എന്ന് പറയുമ്പോൾ അത് വളരെ ദുർബലമായ ഒരു ശബ്ദമായി മാറുന്നു. CPI-യുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വമാകട്ടെ, ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, പങ്കുണ്ടായിരിക്കുകയുമില്ല എന്നാണ് പറഞ്ഞത്. CPI-യുടെ നിലപാട്. ഒരു സെക്കൻഡ്, വിനയ് വിശ്വത്തെ പോലുള്ള ഒരാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ ഇവിടെ നടക്കുന്ന അന്വേഷണങ്ങളിൽ മന്ത്രിസഭയുടെ ഭാഗമാണ് CPI. ഈ മന്ത്രിസഭ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആ തീരുമാനങ്ങൾ ഇത്തരം ബിസിനസ്സിനെ സഹായിക്കുന്നതാണെങ്കിൽ അപ്പോൾ തീർച്ചയായും ഇവിടെ പറഞ്ഞു വരുന്നത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണയും എല്ലാം ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. CPM അക്ഷരാർത്ഥത്തിൽ ഇനി പ്രതിരോധത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. തീർച്ചയായും ED തെളിവുകൾ സഹിതമാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണയുടെ ഇൻ്റർനാഷണൽ കോഡുകൾ അടക്കം അവർ കണ്ടെത്തിയിരിക്കുന്നു. ആരുടെ സിമ്മിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് സിം അടക്കം അവർ കണ്ടെത്തിയിരിക്കുന്നു. വീണയുടെ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു കടലാസ് കമ്പനിയാണ് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുന്നു. എക്സാലോജിക് എന്ന കമ്പനി പോലെ തന്നെ. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒരക്ഷരം പ്രതിരോധിക്കാൻ പോലുമാകാതെ അല്ലെങ്കിൽ മുൻ പ്രതിരോധങ്ങളെല്ലാം പാഴായി പോകുന്ന തരത്തിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണ വിജയനും എല്ലാം നിൽക്കുമ്പോൾ തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധി CPM-നെ കൂടി ബാധിക്കുന്നു. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഈ ഒരു പ്രതിസന്ധിയെ, CPM-ൻ്റെ പ്രതിസന്ധിയെ, പിണറായി വിജയൻ്റെ പ്രതിസന്ധിയെ, വീണ വിജയൻ്റെ പ്രതിസന്ധിയെ, മുഹമ്മദ് റിയാസിൻ്റെ പ്രതിസന്ധിയെ നോക്കിക്കാണുന്നത്? പിണറായി വിജയനും വീണയ്ക്കും റിയാസിനും ഒക്കെ പ്രതിസന്ധി നമ്മൾ പറയണ്ട, രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി എന്ന് വേണം പറയാം. കിട്ടാനുള്ള കാശ് കിട്ടാതെ വരിക, കൊടുക്കേണ്ട കാശ് കൊടുക്കുക, അങ്ങനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് അത് മാറുന്നത് വരെ അവർ ധൈര്യം കാണിക്കും, പുറമെ കാണിക്കും. പക്ഷേ ഇപ്പോൾ ഇവർ പ്രതീക്ഷിക്കാതെ ഇവർ ഉദ്ദേശിച്ചിരുന്നത് വീണ കഴിഞ്ഞാൽ ഉടൻ തന്നെ പിണറായിയിലേക്ക് അന്വേഷണ സംഘം എത്തുമെന്നും ആ അന്വേഷണ സംഘം അങ്ങനെ എത്തുമ്പോൾ പിണറായിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാർട്ടിയെ സജീവമായി തെരുവിലിറക്കാമെന്നും കുറേ നാൾ കലാപങ്ങളുമായിട്ട് നടക്കാമെന്നും എന്നാണ് ഇവർ കണക്കൂട്ടിയിരുന്നത്. പക്ഷേ വളരെ സമർത്ഥമായിട്ട് വീണയിൽ നിന്നും ഇവർ പോയത് നേരെ പോയത് വീണയിൽ നിന്ന് ഇവർ പോയത് റിയാസിലേക്കാണ് പോയത്. റിയാസിന് അത്രയും പാർട്ടി അണികളെ വികാരപരമായിട്ട് ഇളക്കാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ നേതൃത്വ സങ്കല്പമായിരുന്നു. എല്ലാവർക്കും ആരാധ്യ CPM-കാരുടെ എല്ലാവരും ആരാധ്യ നേതാവായിരുന്നു പിണറായി. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രി കൂടിയായിരുന്നു. അതിനുള്ള പ്രാധാന്യം കൊടുക്കില്ല. അത് റിയാസിന് അതിനുള്ള വൈകാരികമായ ലീഡർഷിപ്പ് റിയാസിനില്ല. CPM അണികളുടെ മേൽ വൈകാരികമായ സ്വാധീനം ചെലുത്താൻ പറ്റിയിരുന്ന ആൾ പിണറായിയാണ്. കാരണം തങ്ങളെ ഇത്രയും നാളും പിടിച്ചു നിർത്തി 2 ടൈം ജയിപ്പിച്ചു, അടുത്ത 3-ാം ടൈം ഞങ്ങൾക്ക് ഉറപ്പൊന്നും ആ ഒരു പിണറായി സങ്കല്പം ഇവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ മന്ത്രിസഭ മറിച്ചിട്ട് പിണറായി വീണ്ടും വന്നേക്കുമെന്നുള്ളത്. പക്ഷേ റിയാസിൻ്റെ കാര്യത്തിൽ അതില്ല. അപ്പോൾ റിയാസിലേക്ക് അന്വേഷണത്തിൽ കഴിഞ്ഞാൽ പിന്നെ പിണറായിലേക്ക് പോയാൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. കുടുംബം അടച്ചാണ്. നമ്മുടെ ചരിത്രത്തിൽ ഏതെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കരുണാകരനുണ്ട്, നയനാരുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മാത്രം എടുത്തു. നയനാർ, EMS, PK വാസുദേവൻ, അച്യുതമൻ, ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ എന്തുമാത്രം ഇത്തരം ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള ബിസിനസ്സുകളിലേക്ക് അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നോക്കണ്ട. അപ്പോൾ ഇവരെ ഡിഫെൻഡ് ചെയ്തവരെ നോക്കുക. പ്രതിഭാഗം വക്കീലായിട്ട് വന്ന ആളുവരെ കാണുമ്പോൾ ചില നിഗമനങ്ങളുണ്ടാകുന്ന പോലെ പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം മുന്നിൽ വന്ന വാർത്താ മാധ്യമം കൈരളിയൊക്കെ വിടുക, പീപ്പിളും കൈരളിയൊക്കെ പോട്ടെ, റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ആൻറ്റിസിഡൻറ്റിന്
അവരുടെ പാരമ്പര്യം തന്നെ. അല്ല, റിപ്പോർട്ട് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൂട്ടുകമ്പനി എന്ന രീതിയിലേക്കാണുള്ള കാര്യങ്ങൾ മാറിയത്. അപ്പോൾ വരാത്ത മെസ്സിയുടെ പേരിൽ പണത്തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, കൊടുക്കാത്ത പണത്തിന് എന്താണ് വലിയ വലിയ കണക്കുകൾ ഉണ്ടാക്കി ജനങ്ങളുടെ ഫുട്ബോൾ താല്പര്യങ്ങളെയെല്ലാം അവർ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ മുട്ടിൽ മരമുറി അതിപ്പോഴും കോടതി നടപടികളിലിരിക്കുന്നു. അല്ല, അവരാണ് പിണറായിയെ സഹായിക്കാൻ അവരാ വന്നതെന്നേ. ഒരു ചാനൽ തുടങ്ങാൻ സഹായിച്ചില്ലേ? എല്ലാം അവർക്ക് കൈരളിയെ പോലെ തന്നെ അല്ലെ പീപ്പിളിനെ പോലെ തന്നെ മൂന്നാമതൊരു ചാനലിലൂടെ തുടങ്ങാൻ പറ്റിയ റിപ്പോർട്ടറിന്. അപ്പോൾ പിണറായി വിജയനെ സഹായിച്ചവരുടെ ആരൊക്കെയാണ് പിണറായി വിജയൻ്റെ കൂട്ടാളികൾ നോക്കുക, പാർട്ടിയിൽ ആരൊക്കെയാണ് കൂട്ടാളികൾ നോക്കുക. ഒരുമാതിരി കൊള്ളാവുന്നവരെ മുഴുവൻ വെട്ടി നിരത്തി എല്ലാവരും. പിന്നെ മിച്ചം അവശേഷിക്കുന്നവരാ റിയാസ്, റഹീം, പി ദിവ്യ. അല്ല, പിണറായി വിജയന്റെ കൊള്ളൂത്തുകാർ മാത്രം തൻ്റെ കൂടെ മതി എന്ന മട്ടിൽ തന്നെയായിരുന്നു സാർ പറഞ്ഞതുപോലെ CPM-നകത്ത് കൊള്ളാവുന്ന തലമുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടിമാറ്റി ഒരു രണ്ടാം നിര നേതാക്കൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് CPM-നെ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 വട്ടം പിണറായി വിജയൻ ഭരിച്ചു 10 വർഷക്കാലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് നിയമസഭയിൽ കാണുന്ന 35 പേര്. അതിൽ 8 പേര് CPI-യുടെ അല്ലെങ്കിൽ 6 പേര് CPI-യുടെ ബാക്കി 2 ഘടകകക്ഷികളാണെന്ന് പറയുമ്പോൾ CPM-ന്റെ സീറ്റ് എത്രയുണ്ടെന്നുള്ളത് കണ്ടെത്താവുന്ന കാര്യം തന്നെയുള്ളൂ. ഇവിടെ പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ ഇനി പഴയതുപോലെ കണ്ണടച്ച് സംരക്ഷിക്കാൻ CPM ഇല്ല. മെയ് 27-ാം തീയതി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അന്ന് പ്രതിരോധിച്ച സഖാക്കന്മാരിൽ 90% ആളുകളും ഇപ്പോഴും ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഈ 3 മാസക്കാലമായി അവർ ജയിലിൽ കഴിയുന്നു. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞത് അത്രയും കള്ളമാണ് എന്നുള്ളത് വരുന്നു. CMRൽ നിന്ന് ഒരു സേവനവും കൊടുക്കാതെയാണ് വീണ വിജയൻ ഇത്രയും പണം കൈപ്പറ്റിയതെന്ന് CMRL MD പറയുന്നു. ശശിധരൻ കറുത്ത പറയുന്നു ഞാൻ ഒരു സേവനം നൽകിയിട്ടില്ല എന്ന് വീണയും പറയുന്നു. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 20 കോടി രൂപയുടെ ഇടപാട്, അതിൽ ഹവാല ഉൾപ്പെടെ ഉള്ള ഇടപാടുകൾ നടത്തിയിരിക്കുന്നു. വിദേശത്തേക്ക് ഫെമ നിയമലംഘനം നടന്നിരിക്കുന്നു. വിദേശ നാണയവിനിമയ ചട്ടങ്ങൾ, ക്രയവിക്രയ ചട്ടങ്ങൾ അനുസരിക്കാതെ അനധികൃതമായി 85 ലക്ഷം വീണ വിജയൻ വിദേശ ബാങ്കിലേക്ക്. താങ്കൾ ആ ആർഗ്യുമെൻ്റ് അംഗീകരിച്ചാൽ പിണറായി വിജയൻ കൈകൾ ശുദ്ധമാണ് അല്ല എന്നുള്ള ആർഗ്യുമെൻ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നു, പിണറായി വിജയൻ സ്വന്തം മകളെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു. അല്ല സാറേ, ഇത് മകള് സ്വന്തം ഭർത്താവിനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒറ്റുകാരുടെ വേറൊരു ലക്ഷങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അക്ഷരാർത്ഥത്തിലെല്ലാം ഈ സാറ് പറഞ്ഞതിനുള്ള സാധ്യതകളുണ്ടെന്ന്. പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് എങ്ങനെ സമർത്ഥിക്കാൻ പറ്റും? കറുത്ത പറയുന്നു, CMRL കറുത്ത പറയുന്നു എനിക്ക് പിണറായി വിജയൻ്റെ മകളെ അറിയില്ല. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ വീണ വിജയൻ്റെ ഒരു കമ്പനിക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കുന്നു. അവരിൽ നിന്ന് യാതൊരു സേവനവും കിട്ടിയിട്ടില്ല. ഈ 2,87 ലക്ഷം രൂപ പലതവണയായി അവർക്ക് കൊടുത്തിരിക്കുന്നു. കൂടാതെ എൻപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന CMRL കർത്തയുടെ ഭാര്യ കൂടി ഡയറക്ടറായ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്ന് 50 ലക്ഷവും പിന്നെ അതിനുശേഷം വേറെ കുറച്ച് തുക കൂടി കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന ഈ പണം മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിന്നും അനധികൃതമായി വഴിവിട്ട ചില സഹായങ്ങൾ കർത്തയ്ക്ക് കിട്ടിയതിൻ്റെ പേരിൽ തന്നെയാണ് അതിന് പറയുന്നത് അഴിമതി എന്ന് തന്നെയാണ്. അപ്പോൾ ആ അഴിമതി പണം വാങ്ങിയിരിക്കുന്നത് മകളോ മരുമകനോ മറ്റാരെങ്കിലും ആട്ടെ, അവിടെ കൈകൾ ശുദ്ധമല്ല, ഞാൻ എൻ്റെ കൈ കൊണ്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? ഇപ്പോൾ ഞാനോ സാറോ ഒക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അരി വാങ്ങിക്കാൻ പോയ ആൾ ഒരു പക്ഷേ നമ്മളായിരിക്കില്ല, ഒരു പക്ഷേ വീട്ടിലെ മറ്റാരെങ്കിലോ അല്ലെങ്കിൽ വീട്ടുവേലയ്ക്ക് നിൽക്കുന്നവരാരെങ്കിലോ ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ സാധന സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ അരി കൈ കൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിലൊരു സാധൂകരണം കിട്ടുക? അല്ല, അവിടെ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടത് പിണറായി വിജയനാണേലും വീണയാണേലും ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ ഏതോ ചാനൽ ചർച്ചയിൽ മറ്റാ പറയുന്നതെന്ന് തോന്നുന്നു, രസകരമായ കമൻറ്റ് കണ്ടായിരുന്നു. അതായത് ജയശങ്കർ ഇന്നത്തെ കാലത്ത് പണ്ട് EMS സ്വന്തം മകൾക്കൊരു സാരി മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കത്തെഴുതി ഒരു ഓയിൽ സാരി കടം കൊടുക്കണമെന്ന് കത്തെഴുതി. ഇന്നത്തെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ CPM-ന് പിണറായിയുടെ പേരെടുത്ത് പിണറായിയുടെ മകൾ പിണറായി ആണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ മകൾക്ക് 1 കോടി രൂപ കടം കൊടുക്കണം, അടുത്ത സംസ്ഥാന ബജറ്റിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാം, മറ്റേ ശമ്പളം കിട്ടിയിട്ട് തരാമെന്നാണ് പറയുന്നത്. ഈ പാർട്ടി ലെവി കിട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്, ഇങ്ങോട്ട് കിട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. EMS കത്തെഴുതുന്നത് പാർട്ടിയിൽ നിന്ന് പൈസ കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കാം. മറിച്ച് ഇപ്പോഴോ നേരെ മറിച്ച് 10 കോടിയെ ചോദിച്ചു കഴിഞ്ഞിട്ട് ബഡ്ജറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് EMS-ഉം പിണറായിയും തമ്മിലുള്ള വ്യത്യാസം, കമ്മ്യൂണിസ്റ്റുകാരനും അല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിലുള്ള വ്യത്യാസം. അല്ല, അതാണ് 1957 നിന്ന് 2026 അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ 2ാം വട്ടം ഭരണം കേരളത്തിൽ കഴിയുമ്പോൾ ആ ആദർശത്തിൽ എവിടെ മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെയും നമ്മൾ പറഞ്ഞു വരുന്നതും ഇത് തന്നെയാണ്. കാരണം
എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ മകളും ആ അച്ഛൻ്റെ മരുമകനും കൂടി നടത്തിയിരിക്കുന്ന വലിയൊരു തട്ടിപ്പ്, അതിന് അവരിലേക്ക് അന്വേഷണം ഒരു വിധത്തിലും ഞങ്ങളിലേക്ക് അന്വേഷണം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തായ നന്ദു എന്ന് പറയുന്ന ആളുടെ ഫോണിൽ നിന്നാണ് വീണ വിജയൻ ഇൻ്റർനാഷണൽ കോളുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ED കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ 85 ലക്ഷം രൂപ വീണ ഇവിടെ നിന്ന് വിദേശ ബാങ്കിലേക്ക് കടത്തിയിരിക്കുന്നു. അനധികൃതമായ പണം, അതായത് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം നടത്തിയിരിക്കുന്നു. കൂടാതെ ഈ മാസപ്പടിയായി വാങ്ങിയിരിക്കുന്ന പണവും PMLA ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ പറയുമ്പോൾ തീർച്ചയായും അവിടെയാണ് CPM വെട്ടിലാവുന്നത്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി ഈ കേസിൽ പ്രതിയാവുന്നു, മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാവുന്നു, മുഖ്യമന്ത്രിയുടെ മരുമകനും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ സംസ്ഥാന CPM സെക്രട്ടേറിയറ്റ് മെമ്പറുമായ DYFIയുടെ അഖിലേന്ത്യാ നേതാവുമായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ കങ്കാണികളും എല്ലാം ചേർന്ന് നടത്തിയ ഒരു സാമ്പത്തിക കുറ്റകൃത്യ നാടകം തന്നെ ഇവിടെ നടന്നിരിക്കുന്നു. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമ നടന്നിരിക്കുന്നു. ഇത് സാധാരണക്കാരൻ്റെ, അതായത് നമ്മളുടെ KMRL എന്ന സ്ഥാപനത്തിൽ KSIDCക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം CMRL കേസുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മുടെ പൊതുജനത്തിൻ്റെ നഷ്ടം കൂടിയാണ് വരുന്നത്. ഇതാണ് ഷോൺ ജോർജും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമല്ല എന്ന് പിണറായി വിജയൻ സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അഥവാ അത് CPMനും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇല്ല. അതായത് CPI ആണ് പറഞ്ഞത് ഈ വിഷയത്തിൽ ബിസിനസ് വേറെ പാർട്ടി വേറെ. അതൊരു വലിയ പ്രധാനപ്പെട്ട കമൻറ്റാണ്. ബിസിനസ് വേറെ പാർട്ടി വേറെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും കൂട്ടരും ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്, രാഷ്ട്രീയമല്ല എന്ന് പരസ്യമായിട്ട് പറയുക. തീർച്ചയായും ഈ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ മറവിൽ അവിടെ നിന്ന് അവർ നടത്തിയ കരിയും കൊള്ളകൾ, അതിന് വേണമെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്ന് പേര് കൊടുക്കാമെങ്കിൽ അങ്ങനെയാകാം. CPMും പഴയ പോലെ ആർജവം കാണിക്കുന്നില്ല. ഇപ്പോൾ വീണ വിജയൻ്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന റെയ്ഡിനെ സംബന്ധിച്ചൊരു വാർത്ത പറയാൻ MP ഗോവിന്ദൻ സ്വതസിദ്ധമായ ശൈലിയിൽ ചില വെടിപൊട്ടിക്കൽ നടത്തി എന്നല്ലാതെ, മുഹമ്മദ് റിയാസിൻ്റെ ഒരു FB കുറിപ്പ് വന്നു എന്നല്ലാതെ മറ്റൊരു തരത്തിലും ഒരു നേതാക്കളിൽ നിന്നും പ്രതികരണം കാണുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ വെള്ളവും ചൂലും കൊണ്ട് പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന കുറച്ച് സ്ഥിരം ആളുകളുണ്ടായിരുന്നു. ഇവരെ ആരെയും നമ്മളിപ്പോൾ കാണുന്നില്ല. അതായത് പഴയ പോലെ ഞങ്ങൾ ഇനി ഇതിന് തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഡയറക്റ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് സ്വയം സ്വസ്ഥം ഇതിനോട് വിട പറഞ്ഞ് സ്വസ്ഥമായിട്ട് വിശ്രമത്തിനാന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യം പറഞ്ഞ് പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും. CPMനെ രക്ഷിക്കണമെന്ന് എന്തെങ്കിലും തരുമ്പെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യട്ടെ. എന്തായാലും കോഴിക്കോട് ഒരു വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ സെപ്റ്റംബറിൽ വിപുലീകരിച്ച് സംസ്ഥാന സമിതി നടക്കുന്നു. ഇതിനിടയിൽ വലിയ ടെസ്റ്റുകൾ EDയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ED വളരെ കരുതലോട് കൂടി തന്നെയാണ് നീങ്ങുന്നത്. ഈ 20 കോടി രൂപയുടെ ഇടപാട് നടത്താൻ, വരുമാനം നേടാൻ വേണ്ടി വീണ വിജയൻ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് എന്നുള്ളതിന് നമ്മുടെ ഈ വീണ വിജയന് വേണ്ടി തെരുവിൽ യുദ്ധം ചെയ്തവരും EDയെ കല്ലെറിഞ്ഞവരും EDയുടെ കാറ് തല്ലിപ്പൊളിച്ചവരും ഒന്ന് ആ ചോദ്യം EDയെ ചോദ്യം ചെയ്തതുപോലെ പിണറായി വിജയനോടൊന്ന് ചോദിച്ചെങ്കിൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുമായിരുന്നു. എങ്ങനെയാണ് മകൾക്ക് 20 കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് എവിടെ നിന്ന് വന്നു, എന്ത് ജോലിയാണ്? ആ ചോദ്യം അവിടെ തുടങ്ങിയാൽ പോരാ. എങ്ങനെയാണ് അമൃത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോലി കിട്ടിയെന്നുള്ളത്? അല്ല, തീർച്ചയായും സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത ആളുകളാണ് മകളെ സ്വാശ്രയ കോളേജ് കിടക്കുക. അതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച്, അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഇവിടെ എന്തായാലും ഈ EDയെ സംബന്ധിച്ചിടത്തോളം ED നിർണായകമായ തെളിവുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഫലത്തിൽ എൻ്റെ ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടാണ് അതായത് വീണ വിജയൻ്റെ അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണ് എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ കളവാണെന്ന രീതിയിലേക്ക് വരുന്നു. എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് മാസപ്പടി വാങ്ങിയിരിക്കുന്നത് വലിയ തുക ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു. ആ കമ്പനി ഷെൽ കമ്പനിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് റിയാസിൻ്റെയും പങ്കും മുഹമ്മദ് റിയാസിൻ്റെ കൂട്ടാളികളുടെ പങ്കും സുവ്യക്തമായിരിക്കുന്നു. എന്തായാലും തായ്ക്കണ്ടി കുടുംബത്തിന് PC ജോർജ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ജയിലിൽ അപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം, കണ്ടറിയാം.